നെല്ല് സംഭരണത്തിൽ മില്ലുടമകളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു എന്ന് തുറന്നു സമ്മതിച്ച ഭക്ഷ്യമന്ത്രി GR അനിൽ. സർക്കാരിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മില്ലുടമകൾ അറിയിക്കുകയായിരുന്നുവെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. മറ്റു വിഷയങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സപ്ലൈകോയുമായി സംസാരിക്കാൻ മുഖ്യമന്ത്രി മില്ലുടമകളോട് പറഞ്ഞു. അത് സമ്മതിച്ചാണ് അവർ പോയത്. എന്നാൽ രാത്രി മില്ലുടമകൾ വിളിച്ചു പറഞ്ഞത്, അതിൻ്റെ സംഘടനാ നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞത്, അവരുടെ അംഗങ്ങൾ ഇതിനോട് സഹകരിക്കാൻ വലിയ പ്രയാസകരമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് സഹകരിക്കാൻ കഴിയാത്തൊരു സ്ഥിതി അവർ ഇന്നലെ വിളിച്ചു പറഞ്ഞു. എന്തായാലും അത്തരം വിഷയം വളരെ അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു നിലപാടാണ് ഗവൺമെൻറ് മില്ലുടമകളോട് സ്വീകരിച്ചത്. അത് കേരളത്തിലെ കൃഷിക്കാരെ അവരുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അകറ്റുവാൻ വേണ്ടിയാണ്. അതിനോട് സഹകരിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. അതിനനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ മില്ലുടമകളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു എന്ന് തുറന്ന് സമ്മതിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് പറയും. രാഗി, അത്തരത്തിൽ തന്നെയാണ് ഇന്ന് മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ചർച്ച വിജയിപ്പിക്കാനുള്ള നീക്കങ്ങൾ, ഇക്കാര്യത്തിൽ ഒരു സമവായ ശ്രമങ്ങൾ ഒന്നും തന്നെ കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ചർച്ച പരാജയപ്പെട്ടത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മില്ലുടമകളെ പോലും വിളിക്കാതെ ഒരു യോഗത്തിനായിരുന്നു മന്ത്രി ശ്രമിച്ചത്. അത് മുഖ്യമന്ത്രിയുടെ വലിയ തോതിലുള്ള പരസ്യ പ്രതിഷേധത്തിനെല്ലാം തന്നെ ഇടയാക്കുകയും ചെയ്തു. എന്തുകൊണ്ട് മില്ലുടമകളെ ഈ ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്ന് അദ്ദേഹം ചോദിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. അത് CPM തർക്കത്തിൻ്റെ ഒരു ഭാഗം കൂടിയായിരുന്നു അന്ന് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായ അത്തരത്തിലുള്ള ഒരു പ്രതികരണം. ഇവിടെ മന്ത്രി വീണ്ടും ആ ഒരു തെറ്റ്, അല്ലെങ്കിൽ ഈ ഒരു ചർച്ച പരാജയമാണ് എന്നും അത്തരം പ്രതിസന്ധികളെ തങ്ങൾ പലപ്പോഴും അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വിശദമാക്കുകയാണ് പ്രധാനമായും ചെയ്തിരിക്കുന്നത്. ഈ ഒരു തർക്കത്തിന് കാരണം, അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിലെത്താത്തതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇതിൻ്റെ സംഭരണ അനുപാതം 100 കിലോയ്ക്ക് 68 കിലോഗ്രാം എന്നതിന് പകരം 64.5 കിലോഗ്രാം ആക്കി പുനഃസ്ഥാപിക്കാതെ സഹകരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഈ മില്ലുടമകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ യാതൊരു പിന്നോട്ട് പോക്കുമില്ല എന്നവർ വ്യക്തമാക്കി. അങ്ങനെയാണ് ഈ ചർച്ച പ്രധാനമായും പരാജയപ്പെടാനുണ്ടായ ഒരു കാര്യമെന്ന് പറയുന്നത്. 2022-2023 സീസണിൽ 64% ഔട്ട് ടേൺ നൽകിയിരുന്നത് വീണ്ടും 68% ആക്കിയത് ഒരിക്കൽ കൂടി 64.5% പുനഃസ്ഥാപിക്കണം എന്നൊരാവശ്യമാണ് അവർ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഈ വർഷം മുതൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുമെന്ന കാര്യം അവിടെ അറിയിച്ചിരുന്നു. എന്നാൽ അതല്ല, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇപ്പോൾ തന്നെ ഫിക്സ് ചെയ്ത് ഓർഡറാക്കി കരാറിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു ആവശ്യമാണ് പ്രധാനമായും മില്ലുടമകൾ ഉയർത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്. അരി നൽകുന്നതിനുള്ള ചണച്ചാക്കിന് ഇപ്പോൾ റൈസ് മില്ലുകളിൽ നിന്ന് കൂടുതൽ തുക ഈടാക്കുന്നുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് ചാക്ക് സപ്ലൈക്കോ വിതരണം ചെയ്യണം എന്നൊരാവശ്യമാർ മുന്നോട്ട് വയ്ക്കുന്നു. കൈകാര്യ ചെലവ് 2017 സർക്കാർ തല കമ്മിറ്റി കണ്ടെത്തി അംഗീകരിച്ച് 272 രൂപ എന്നത് നടപ്പിലാക്കണം എന്ന കാര്യം ഉണ്ട്. അങ്ങനെ വിവിധ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിലൊന്നും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സമവായമായി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഭക്ഷ്യമന്ത്രി തന്നെ ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ്. ശരി ജിജീഷ്.